ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു റെസിപ്പിയുമായിട്ടാണ്. ഇതിന്റെ പ്രത്യേകത അതിന്റെ തിക്ക് ഗ്രേവിയിലും അതുപോലെ അതിന്റെ ഫ്ലേവറിലുമാണ്. ഫ്ലേവർ ആസ്വദിച്ച് കഴിക്കുന്നവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡിഷാണ് ക്രീമി കാഷ്യൂ ചിക്കൻ. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ബോൺലെസ് ചിക്കൻ 1/2 കിലോ, 2 സവോള ഇത് നീളത്തിൽ അരിയണം, കാഷ്യൂനട്ട് 50 ഗ്രാം വെള്ളത്തിലിട്ട് കുതിർക്കണം, 1 ടൊമാറ്റോ ഇത് ചെറുതായി കട്ട് ചെയ്യണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഓയില്, പച്ചമുളക് 6 ഇത് നീളത്തിൽ അരിയാം, മല്ലിയില ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം, കറി ലീവ്സ്. ഇനി ഉപ്പ്, കുരുമുളക്, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇത്രയാണ് നമ്മുടെ സാധനങ്ങൾ. കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് ആ ചിക്കൻ ഇതിലേക്ക് ഇടാം. ബോൺലെസ് ചിക്കൻ ആണേ മറക്കരുതേ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. നമുക്ക് ഇനി കുറച്ചും കൂടെ വെളുത്തുള്ളി ഇഞ്ചി ആവശ്യമുണ്ട്, അത് പിന്നെ ഞാൻ പറയാം. അത് കഴിഞ്ഞ് 1/2 സ്പൂൺ കുരുമുളക് ഇട്ട്, ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി 1/2 സ്പൂണ്, പിന്നെ 1/2 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ചത് വേവിക്കാം. അപ്പം ഇതിൽ ഞാൻ ഈ വെള്ളം ഒഴിച്ചത് ചിക്കനിൽ ഓൾറെഡി വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും. പക്ഷെ എന്നിരുന്നാലും ഇതിൽ 1/2 കപ്പ് വെള്ളം ഒഴിക്കാൻ റീസൺ നമുക്ക് ഇതിൻ്റെ ഗ്രേവി പിന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് അടച്ച് ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസില്, കൂടുതൽ കേൾക്കരുതേ എന്നാൽ ഒരുപാട് വെന്ത് പോവും, 2 വിസില് കേൾപ്പിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്തതിലേക്ക് പോവാം. അങ്ങനെ കുക്കറിന്റെ 2 വിസിലും കേട്ട് കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കുക്കർ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ വെച്ച് ഇതിന്റെ ഗ്രേവി റെഡിയാക്കാം. ഈ കുക്കറിന്റെ പ്രഷർ നമ്മൾ കൈ കൊണ്ടൊരിക്കലും കളയാൻ ശ്രമിക്കല്ലേ. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ചിക്കൻ വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രഷർ തനിയെ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ പാൻ ചൂടായി. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചെറിയൊരു ബ്രൗണിഷ് കളർ ആയതിനു ശേഷം അതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2ആയി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ പച്ചമുളക്, അതും കൂടെ ഇതിലിട്ടിട്ട് അതിന്റെ പച്ചപ്പ് മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് അതും കൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നീളത്തിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് ആ സവോള ഇടാം. സവോള ഇട്ടതൊന്ന് വഴറ്റുകയും ചെയ്യണം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലൊരു ഡിഷാണ് സത്യം പറഞ്ഞാൽ. ഇത് കുരുമുളകിൻ്റെയും കാഷ്യൂവിൻ്റെയും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പ്രത്യേക മണമാണ് ഇതിനുള്ളത്. ഇതിനിപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിൽ കുറച്ചും കൂടെ ഇട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ടാണേ. സവോള ഒന്ന് കിടന്ന് മൂക്കിട്ടെ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് അതിൻ്റെ കാഷ്യൂ നേരത്തെ ഞാൻ കുതിർക്കാൻ പറഞ്ഞിരുന്നു, അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കണം. കുതിർക്കാൻ ഇട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടൂല. അങ്ങനെ നമ്മുടെ സവോള ബ്രൗൺ കളർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ മീഡിയം സൈസ് ടൊമാറ്റോ, അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടാൻ ഈ സവോളയായിട്ടൊന്ന് മിക്സ് ആവാനും വേണ്ടിയിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതിനൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ടൊമാറ്റോയും സവോളയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി ടൊമാറ്റോ വെന്ത് അതിൻ്റെ ജ്യൂസൊക്കെ സവോളയിൽ ഇറങ്ങി ഒരു പ്രത്യേക ഫോമിലാവും.
ടൊമാറ്റോയൊക്കെ മിക്സായി നമ്മുടെ കൂട്ട് ഏതാണ്ട് നല്ലൊരു ഫോമിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചപ്പ്, ഈ പൊടികളുടെ പച്ചപ്പെല്ലാം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മൂക്കണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പൊടികളുടെ പച്ചപ്പെല്ലാം മാറി ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതിൽ ബാക്കിയുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ 1/2 ഗ്ലാസ് വെള്ളം ചിക്കൻ വേവിക്കാൻ നേരത്ത് ചേർത്തത്. ഈ വെള്ളം എന്തുകൊണ്ട് ഞാൻ ഉപയോഗിക്കണേന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ചിക്കൻ്റെ ഫ്ലേവറും ആ മണവും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ആ ടേസ്റ്റും എരിവും എല്ലാത്തിൻ്റെയും കൂടെ മിക്സാണ്. അതിൽ നമ്മുടെ ഈ സവോളയും പൊടികളും എല്ലാം കൂടെ നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വേവിക്കാം. ഇത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഗ്രേവി ഏതാണ്ടായി കഴിഞ്ഞു, ഒരു പ്രത്യേക മണമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മിക്സ്. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്നില്ലേ ചിക്കൻ, അത് ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഗ്രേവി ആ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടി 2 മിനിറ്റ് മതി. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. നമുക്ക് ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് നോക്കാം. ഇതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറവാണ്. ആക്ച്വലി ഈ കറിക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ച് മുന്നേ നിൽക്കണം. അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ചും കൂടെ ഒരു 1/2 സ്പൂൺ കുരുമുളക് ഇടുവാണേ. അങ്ങനെ നമ്മുടെ കറി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്നില്ലേ കാഷ്യൂ നട്ട്, അതിനെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ് അരച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേവി കുറച്ചും കൂടെ ലൂസായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കാഷ്യൂ നട്ടിൽ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യുക. അവസാനം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ മല്ലിയില, അത് ഇതിലേക്കിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് ഇളക്കുക. മതി, നമ്മുടെ കറി ആയിക്കഴിഞ്ഞു. ഇത് ചപ്പാത്തിയോടൊപ്പവും ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇതിൽ ആ കുരുമുളകിൻ്റെയും കാഷ്യൂവിൻ്റെയും ചിക്കൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു മിക്സാണ് ഇതിൻ്റെ ഗ്രേവി. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്കിടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.